ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഞാനൊരു കാര്യം കാണിച്ചു തരാമേ. ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തവളയെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ തവള. ഇന്ന് ഞാൻ കണ്ടയാണേ, ഒരു വെറൈറ്റി തവളയല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് ബുൾഫ്രോഗ്, പോക്കാച്ചി തവളയെന്നും അറിയപ്പെടും. എന്താണ് ഈ ബുൾഫ്രോഗ് എന്ന് പേര് കിട്ടാനുള്ള കാരണം? ഇതിൻ്റെ ശക്തമായിട്ടുള്ള കാലുകൾ, ഇതിൻ്റെ മസിലുകളെന്ന് വെച്ചാൽ അത്രയും ശക്തമായിട്ടുള്ള മസിലുകളാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിക്കുന്നത് കൊതുകുകളും പ്രാണികളുമാണ്. അതുപോലെ തന്നെ ഇത് കാണപ്പെടുന്ന തവിട്ട്, പച്ച, നീല എന്നീ നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഒലിവ് നിറത്തിലും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷാംശമുള്ള ഒരു തവളയാണ്. ഒരു കാരണവശാലും നമ്മൾ അതിനെ എടുക്കാനോ തൊടാനോ ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ പുറത്തുള്ള ഒരു വേർപ്പ് പോലത്തെ ഒരു സാധനം, അത് വിഷാംശം നിറഞ്ഞതാണ്. ഇതുകൊണ്ട് മറ്റുള്ള തവളകൾക്കും ദോഷമാണ്. ഇത് സാധാരണയായിട്ട് തണ്ണീർ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതിന് ഈർപ്പം അത്യാവശ്യം ഉള്ള ഒരു തവളയാണ്. അതുപോലെ തന്നെ ഇത് കൊതുകുകളെ നിയന്ത്രിക്കാൻ ഈ തവള കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ പഠനപ്രകാരം അത് കൊതുകുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു തവളയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടയിടാൻ സമയം വേനൽ സമയമാണ്. അപ്പോൾ വേനൽ സമയത്താണ് ഇത് മുട്ടയിടുന്നത്. അതുപോലെ തന്നെ വേറെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇന്ത്യയിലുള്ള തവളകളിലെ ഏറ്റവും വലിപ്പമുള്ള തവളകളുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു തവളയാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിനെ പോലത്തെ ഒരു സ്വഭാവമാണ് ഇത് കാണിക്കും. നമ്മൾ ഈ തൊടാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലത്തെ രീതിയിൽ ബുൾ കാള പോലെ നിൽക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആക്രമണകാരിയായിട്ടുള്ളൊരു തവളയല്ല. പക്ഷേ ഇതിൻ്റെ ശരീരത്തിലുള്ള വിഷാംശം ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷണം നടത്തിയപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു.